അങ്ങനെ സുഷമ സ്വരാജ് മാം ആണ് ആ ഒരു ഇതിനു വേണ്ടിയിട്ട് അഷ്റഫിക്കെ നേരിട്ട് തെരഞ്ഞെടുത്തത്. അല്ല അതെങ്ങനെയായിരുന്നു എന്നൊന്ന് വിശദീകരിക്കാമോ? അത് ഒരു ബ്രിട്ടീഷുകാരൻ മരണപ്പെട്ടിരുന്നു. അങ്ങനെ ഞാൻ റെഡിയാക്കി ഗൾഫ് ന്യൂസുകാരെ ഇത് കൊടുത്തി റിപ്പോർട്ട് കൊടുത്തിനു. അങ്ങനെ അവളെ ഈ മരിച്ചാളെ ഭാര്യ ഓള് UK മറ്റേ ഇതില്ല മിലിറ്ററിൻ്റെ എയർഫോഴ്സ് പൈലറ്റ് അവളെ ഇവിടെ വന്ന് കൂടിയുണ്ടായി. ഞാൻ പറഞ്ഞ അവൾക്ക് അവളെ എനിക്കും തിരിയാണ്ട് കുറേയൊക്കെ റെഡിയായി. 3-ാം ദിവസം എമിറേറ്റ്സ് കയറ്റി വിട്ടു പോയി. അപ്പോൾ എമിറേറ്റ്സിൽ പരിപാടി ചെയ്തോ കഴിഞ്ഞ ശേഷം എനിക്കുള്ള $5000 എടുത്തെന്ന്. ഞാൻ പറഞ്ഞു എനിക്ക് പൈസ കാണുമ്പോൾ നിലത്ത് 4 ചവിട്ടും 2 സൗണ്ട് വീട് ആൾക്കാരോട് കൂടി പോലീസ് വന്ന് എന്നോട് ഉണ്ടായി. ഞാൻ പറഞ്ഞു എനിക്ക് പൈസ അവിടെ വിജയൻ സാറുണ്ടായി മലയാളി, ഇപ്പോഴാണ് സൂപ്പർവൈസർ. അപ്പോൾ ഓളോട് പറഞ്ഞപ്പോൾ പൈസ വാങ്ങൂല. അപ്പോൾ വിചാരിച്ച് പൈസ കുറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങാത്ത ചിലപ്പോൾ ചൂടാകുന്നത്. അങ്ങനെ തിരിച്ചിട്ടപ്പോൾ ഈ സുസഞ്ചര UK ആളോടെ പോയി. അങ്ങനെ ഇവിടെ അങ്ങനെ കാണാൻ എന്തോ ചെയ്ത മെയിലൊക്കെ ചെയ്തിട്ട് ഇവിടെ അംബാസിഡറോട് പറഞ്ഞാൽ ഇങ്ങനെ ഒരാളെടുത്ത് പോയാൽ ഓന് കൊടുക്കാന്ന് BJP ഭരണത്തിന്റെ പക്ഷം തന്നു നിൽക്കുക. BJPയുടെ ഭരണത്തിന് കീഴിൽ ആദ്യത്തെ പ്രവാസി മലയാളി സമ്മാൻ അല്ലേ, പ്രവാസി സമ്മാനല്ലേ, പ്രവാസി മലയാളി അല്ല പ്രവാസി സമ്മാൻ, ഭാരത് സമ്മാൻ അവാർഡ് കിട്ടിയ വ്യക്തിയാണ്. അതും സുഷമ സ്വരാജ് നേരിട്ട് നോമിനേഷൻ കൊടുത്തിട്ട് എടുത്താണ്. അതുകൂടാതെ എത്രയെത്ര അവാർഡുകൾ, എത്രയെത്ര അംഗീകാരങ്ങൾ, ദുബായ് പോലീസ്, ഷാർജ പോലീസ്, അതുപോലെ ഇവിടുത്തെ പാലസുകളിൽ നിന്നുള്ള നേരിട്ടുള്ള സമ്മാനങ്ങളല്ലേ എണ്ണാൻ പറ്റുമോ? എത്രയാണ്? ഇല്ല, എണ്ണിയാൽ ഒടുങ്ങാത്ത സമ്മാനങ്ങൾ, 3000-ത്തിന് മുകളില് അവാർഡുകൾ. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ഈ ഒരു അവാർഡിനോ സമ്മാനത്തിനോ വേണ്ടിയല്ല അഷ്റഫിക്കയുടെ പ്രവർത്തനങ്ങൾ. അദ്ദേഹത്തെ അറിയാവുന്ന, അടുത്തറിയാവുന്ന എല്ലാവർക്കും അറിയാം. സ്വന്തം ജീവിതം ഈ ഒരു ഡെഡിക്കേഷൻ, അതായത് ഈ ഒരു മയ്യത്തുകളുടെ അവർക്കൊരു ബഹുമാനത്തോടെ അവർക്കൊരു അന്ത്യവിശ്രമം ഒരുക്കാൻ വേണ്ടിയിട്ട് അഷ്റഫിക്ക ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും അദ്ദേഹത്തെ അടുത്തറിയാവുന്ന എല്ലാവർക്കും അറിയാം അദ്ദേഹം എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. കാര്യം നമ്മള് കൂടുതൽ സമയം സത്യം പറഞ്ഞാൽ ഈ എംബാമിംഗ് സെന്ററിന്റെ മുന്നിലും പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സ്ഥലത്തും മോർച്ചറിയുടെ മുന്നിലും അതുപോലെയുള്ള ഈ കുറച്ച് മേഖലകളിലുമാണ് ചെലവഴിക്കുന്നത് അല്ലെ. അപ്പൊ എപ്പോഴെങ്കിലും അയ്യോ ഇത് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊരു തോന്നലുണ്ടായിട്ടുണ്ടോ? ഇപ്പോഴത്തെ കുറെ ഈ മറ്റേ ഇതെന്താ പറയാ യൂട്യൂബർമാരല്ലേ എല്ലാരും ഇല്ലട്ടോ, കുറഞ്ഞ ആളുകള് ഓൽക്ക് 10 ആളെ കിട്ടാൻ വേണ്ടിട്ടാ. വേറെ എന്ത് പറഞ്ഞാലും ഓൽക്ക് ലൈക്ക് കിട്ടൂല. ഇതാകുമ്പോ 10 ആള് വരുമല്ലോ, ഇത് അന്വേഷിക്കും എന്താ പ്രശ്നം. ഇപ്പൊ 16,000 മയ്യത്താ കയറ്റി വിട്ടത്. അതിൽ ആരും കൂടുതൽ ഇപ്പം വിട്ടത് ഇപ്പൊ 25,000. ഇവരെ കുടുംബക്കാരോ ഇവരല്ലേ മരിച്ചുള്ളൂ. ഇവരെ കുടുംബക്കാർ ലോകത്തുണ്ടാകല്ലോ അല്ലേ, ലോകത്ത് എല്ലാ സ്ഥലത്തും ഉണ്ടാവില്ല. ആരെങ്കിലും 8-ഓ 5-ഓ മക്കളോ ആരെങ്കിലും അല്ലാണ്ടിരിക്കില്ലല്ലോ. ഇവരാരെങ്കിലും ഒരാൾ പറയാ ഇത്ര പൈസ മേടിച്ചു, അല്ലെങ്കിൽ ₹1 അതൊക്കെ ഒരു ചായ മേടിച്ചു പറഞ്ഞു തന്നാൽ ഞാൻ UAE ക്യാൻസൽ ചെയ്തു പോകും. അല്ലെങ്കിൽ യൂട്യൂബർമാർ പോവോ? യൂട്യൂബർ എല്ലാവരും ഇട്ടോ 2 ആള്, എല്ലാവരും പറഞ്ഞു 2 ആളെ പറഞ്ഞു, വേറെ ഒരാളും പറഞ്ഞില്ല. കാര്യം നമുക്കൊക്കെ അറിയാവുന്നതാണ് അഷ്റഫിക്ക എങ്ങനെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നതെന്ന്. ഇവിടെയുള്ള ഒരുവിധപ്പെട്ട പ്രവാസി മലയാളികൾക്കൊക്കെയും സംഘടനകൾക്കൊക്കെ അറിയാവുന്നതാണ്. പിന്നെ പറയുന്നവർക്ക് ബഹുജനം പലവിധം അല്ലെ, പറയുന്നവര് പലതും പറയും, റീച്ച് കിട്ടാൻ പറയും. നമ്മള് ഒരാളെ നമ്മൾ കുറ്റപ്പെടുത്തുമ്പോൾ, ഒരാളെ നമ്മൾ കല്ലെറിയുമ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം, അവര് ചെയ്യുന്ന പ്രവൃത്തി നിങ്ങളൊന്ന് ചെയ്ത് കാണിക്കുക. എന്റെ ഒറ്റ ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, എന്തുകൊണ്ട് നിങ്ങൾക്കിത് ചെയ്തുകൂടാ? അഷ്റഫിക്ക ചെയ്യുന്നുണ്ട്, അഷ്റഫിക്ക നിങ്ങൾ കുറ്റം പറയുന്നുണ്ട്, പല രീതിയിൽ പല കോൺട്രവേഴ്സികള്, പല കുറ്റാരോപണങ്ങൾ ഈ അടുത്തിടെയായിട്ട് അഷ്റഫിക്ക വളരെ നന്നായിട്ട് കേൾക്കുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയുള്ളവരോട് എന്റെ ചോദ്യം ഇതാണ്, എന്തുകൊണ്ട് നിങ്ങൾക്ക് അത് ചെയ്ത് കാണിച്ചുകൂടാ? നിങ്ങൾ ചെയ്ത് കാണിക്കൂ, ചെയ്ത് കാണിച്ചിട്ട് ചെയ്യുന്നവര് കുറ്റം പറയൂ. ഒരു കൂട്ടം ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ 16,000-ലധികം മയ്യത്തുകളാണ്. അത് ഇന്ന ജാതി മത രാഷ്ട്രീയം ഒന്നുമില്ലാതെ 16,000-ലധികം മയ്യത്തുകൾ കയറ്റി വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നിസ്സാരമായ ഒരു കാര്യമല്ല. ഒരാൾ അല്ലെങ്കിൽ മറ്റൊരാൾ അത് ചെയ്യാൻ തയ്യാറാവണം. നിങ്ങൾ തയ്യാറാണോ? നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾ അത് ചെയ്ത് കാണിക്കൂ, എന്നിട്ട് നിങ്ങൾ ചെയ്യുന്ന ഒരാളെ കുറ്റപ്പെടുത്തും. ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. പക്ഷെ അഷ്റഫിക്ക ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. അഷ്റഫിക്കയുടെ ദൗത്യം ഞാൻ കേട്ടിരിക്കുന്ന അള്ളാഹുവായിട്ട് അഷ്റഫിക്കയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തൊരു ദൗത്യമായിട്ടാണ് അത് അദ്ദേഹം ഇത് ഏറ്റെടുത്തിരിക്കുന്നത്. എവിടെ പറഞ്ഞാലും ആര് പറഞ്ഞാലും അതൊന്നും അദ്ദേഹത്തെ ബാധിക്കുന്ന കാര്യമേ അല്ല. അദ്ദേഹം തന്റെ ദൗത്യവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോഴും ഇവിടെ ഒരു മരണം നടന്നാൽ ആദ്യത്തെ കോള് വരുന്നത് അഷ്റഫിക്കയുടെ നമ്പറിലേക്ക് തന്നെയാണ്. ഇന്ന് ഞാനിവിടെ ഇരിക്കുന്നു, നാളെ എനിക്കൊരാവശ്യം വന്നാലും ആദ്യത്തെ കോള് പോകുന്നത് അഷ്റഫിക്കയുടെ നമ്പറിലേക്ക് തന്നെയായിരിക്കും. എനിക്ക് മാത്രമല്ല, ഇവിടെ പ്രവാസി ലോകത്തിന് ഏറ്റവും അധികം വിശ്വസിക്കുന്ന, അഷ്റഫിക്ക അവിടെ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇന്നും കൂടെ നിൽക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ വിജയവും അദ്ദേഹത്തിന്റെ ധൈര്യവും അദ്ദേഹത്തിന്റെ ബലവും. അല്ലേക്ക, ഇതിൽ കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, പറയുന്നവര് പറയട്ടെ,
പറയുന്ന പോലെ കുടുംബത്തിനും പഠിച്ച അമ്പലം തന്നെ കൊടുക്കും. തെറ്റ് എനിക്ക് കിട്ടും. അത്രേ ഉള്ളൂ. നമ്മള് മനുഷ്യന്മാർ ആരെയും വിധിക്കാൻ, ആരെയും ജഡ്ജ് ചെയ്യാനുള്ള ഒരു ഇതൊന്നും നമുക്കാരില്ല. ബിക്കോസ് നമ്മളെല്ലാരും സാധാരണ മനുഷ്യന്മാരാണ്. കുറ്റങ്ങളും കുറവുകളും എല്ലാവർക്കും ഉണ്ട്. പക്ഷെ പടച്ചവന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ അവിടെ അഷ്റഫിക്കാണ് ഉത്തരം പറയണ്ട അല്ലേ? അവിടെ വേറെ ആരും ഇല്ല കൂടെ. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമ്മൾ ചെയ്ത നന്മയുടെയും തിന്മയുടെയും കണക്കെടുപ്പ് അവിടെയാണ് നടക്കുന്നത്. അവിടെ നിൽക്കാൻ അഷ്റഫിക്ക് ധൈര്യം ഉണ്ട്. ആ ഒരു ധൈര്യത്തിന്റെ പുറത്താണ് അദ്ദേഹം ഇപ്പോഴും ഇത്രയധികം കുറ്റപ്പെടുത്തലുകൾ കേട്ടിട്ടും അല്ലെ ഒരു ചെറിയ ചിരിയോടുകൂടി മുന്നോട്ട് തന്നെ അന്വേഷിച്ച് വരുന്നവരുടെ മയ്യത്തുകളുടെ കൂട്ടുകാരനായിട്ട് മുന്നോട്ട് നടക്കുന്നത്. അഷ്റഫിക്ക, ഈ 16,000-ലധികം മയ്യത്തുകൾ കയറ്റി വിട്ടതില് മനസ്സിൽ തങ്ങി നിൽക്കുന്ന, ഇപ്പോഴും ഓർക്കുമ്പോൾ എന്റെ നെഞ്ച് നീർന്നു എന്ന് പറയാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു കേസുണ്ടോ? അതില് ഞാനൊരു ബോഡിയായിട്ട് പണ്ട് ഒറീസയിൽ പോയത് 10 വർഷം മുമ്പാ. അന്നാളെ 2 ദിവസം പോലീസ് സ്റ്റേഷനിൽ ജയിലിൽ കിടക്കേണ്ടി വന്നത് ബോഡിയായിട്ട് പോയിട്ട്. അത് ശരി. ഇവിടെയോ അതോ അവിടെയോ? അവിടെ ചെന്നപ്പോ ഫോൺ ആരുമില്ല, ഫോണൊക്കെ വന്ന്. അങ്ങനെ പോലീസിനെ വിളിച്ച് പോലീസുകാരെ കൊണ്ടുപോയി മോർച്ചറിയിൽ വെച്ച് ഇന്നോടെ നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനവിടെ നിന്ന് 2 ദിവസം നിന്ന്. പിന്നെ പറഞ്ഞ എസ്സിനോട് അറിയാം സാറേ എനിക്ക് ഇവിടെ നിൽക്കാൻ കഴിയില്ല പറഞ്ഞപ്പോ അത് പ്രവാസികാരനോ കിട്ടിയില്ല. അങ്ങനെ എസ് ഐ പറഞ്ഞ ഇനി പോയിക്കോന്ന് പറഞ്ഞു. അപ്പൊ ഞാനവിടെ പോലീസിന് നമ്മളെ വീട് വലത്തൊരു തിണയൊക്കെ ഉള്ള സ്ഥലം പോലീസ് സ്റ്റേഷൻ. ഒരു പാലും ഏറ്റെടുത്തിട്ട് ഒന്നും ആട്ടോട് എമ്മേറ്റിമേ പോകും. പണ്ടത്തെ എമ്മേറ്റില്ലേ എന്താ ഞാൻ നോക്കി. ഞാൻ പിന്നെ പാലാരനെ ഞാൻ വലിയ ഇതാക്കില്ല. ഞാൻ അങ്ങനെ പോകുന്ന ഇവിടെത്തി ഒരു 2-3 മണിക്കൂറായിട്ടുള്ള ഞാൻ വന്നിട്ട്. അപ്പോൾ ആൾ വിളിച്ചു ഇങ്ങനെ ആ ബോഡി കൊണ്ടുപോയതാണ്. അപ്പോൾ ഞാൻ ചിന്ത ഇപ്പം ഇങ്ങനെ ആൾ വന്നു ചോദിച്ചപ്പോൾ ഒരു എമ്മേറ്റിക്കാരൻ വന്നാണ്, എന്നെ കണ്ടായിട്ടാണ് ഒരു വരാൻ പൈസ വേണമെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ 2-3 ദിവസം അങ്ങനെ ബോഡി ഡിലേ ആയി. അത് ഭയങ്കര വിഷമായി. നാളെ ലോക്കപ്പിൽ കിടക്കും. അഷ്റഫിക്ക, ഇപ്പൊ നമുക്കറിയാം നമ്മുടെ വളർന്നു വരുന്ന തലമുറകള് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് സ്വയം ജീവൻ അവസാനിപ്പിക്കാൻ ഒരുങ്ങുന്ന ഒരു തലമുറയാണ് ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. അതില് വിദ്യാഭ്യാസമോ വയസ്സോ ഒന്നും ഒരു ബാധകമല്ല. ഒരു ചെറിയ കുട്ടിയാണെങ്കിൽ മൊബൈൽ കൊടുത്തില്ല എന്ന പേരിൽ പറഞ്ഞിട്ട് ഒരു കുഞ്ഞു കുട്ടികള്, അതുപോലെ നല്ല വിദ്യാഭ്യാസമുള്ള പെൺകുട്ടികളാവട്ടെ ആൺകുട്ടികളാവട്ടെ നല്ല ഉദ്യോഗസ്ഥരാവട്ടെ, അതുപോലെ കൂട്ടമായി അച്ഛനും അമ്മയും കുഞ്ഞുങ്ങളും അടക്കം ഈ സ്വയം അങ്ങ് ജീവൻ എടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. എന്താണ് ഇവരോടൊക്കെ ഇത്രയും ഈ ഒരു മൃതദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഇത്രയും കാഴ്ചകൾ കണ്ട് മനസ്സിലാക്കിയ അഷ്റഫിക്ക് എന്താണ് ഇവരോട് പറയാനുള്ള ഒരു ഉപദേശമായിട്ട്? ഇപ്പോൾ 5-ാം തീയതി ആയിട്ടുള്ളൂ. ഇന്നിപ്പോ 7 ആള് ആത്മഹത്യ ചെയ്ത് എന്റെ അറിവിൽ തന്നെ ഉണ്ട്. ഇന്നത്തെ ദിവസമായപ്പോൾ ഇപ്പോൾ ഏത് ദിവസം 5-ാം തീയതി ആയിട്ടുള്ളൂ. ജനുവരി ഡിസംബർ 26 വന്നതിന് ശേഷം. അതെന്താ കാരണം വെച്ചാല് ഇതിനു മുമ്പ് ഒരു ആള് റഷ്യക്കാരൻ്റെ ഒരാൾ മരിച്ചപ്പോൾ ഇയാളൊരു അളിയൻ വന്നിരുന്നു, കൂടി ഉണ്ടായിരുന്നു. അപ്പൊ ഇയാൾ UN ഡോക്ടർ ഇയാൾ വേൾഡ് മൊത്തം പോയി ക്ലാസ് എടുക്കും. അപ്പൊ ഞാൻ ഇവരോട് ചോദിച്ചു ഇതെന്താ ഇങ്ങനെ പെട്ടെന്ന് ആളുകൾ മരിക്കാറ്. പിന്നോട് അയാൾ ചോദിച്ചു തന്നോ ഇനി ദിവസം എത്ര മണിക്കൂർ ഉറങ്ങുന്നു? ഞാൻ പറഞ്ഞു 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ഉറങ്ങുന്നു. ഒരു മനുഷ്യൻ രാത്രി 7 മണിക്കൂർ ഉറങ്ങിയാൽ ഒരു അസുഖം ഉണ്ടാവില്ല. ഒന്ന് ഉറങ്ങി വെക്കാറ്. ഇന്നത്തെ ലോകത്താണ് ഉറങ്ങുന്നില്ല ആൾക്കാർ. അപ്പോൾ ഞാൻ എന്താ കാരണം എന്ന് ചോദിച്ചു. പിന്നെ പറഞ്ഞു ആവശ്യത്തിന് മാത്രം മൊബൈൽ ഉപയോഗിക്കാം. രാത്രി 10 മണി കഴിഞ്ഞാൽ നമ്മളെ മക്കൾക്ക് മൊബൈൽ കൊടുക്കാറുണ്ട്. മൊബൈൽ വാട്സപ്പും നെറ്റും ഓൺലൈനും ഇത് മാത്രമല്ല മൊബൈലിൽ ലോകത്തുള്ള എല്ലാ സാധനവും മൊബൈലിൽ കിട്ടും. അപ്പോൾ നമ്മൾ രക്ഷിതാക്കൾ ചെന്നിട്ട് ഒന്നുകിലോ തൂങ്ങിയായിരിക്കും, അല്ലെ മയക്കുമരുന്ന് അടിച്ച് മരിക്കും, അല്ല അല്ലാണ്ട് മരിക്കും. അപ്പോൾ അയാൾ പറഞ്ഞു വളരെ കറക്റ്റാണ്. ഞാനിപ്പോൾ അത് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ ഒരു 10 മണി വന്നാൽ ഞാൻ എന്തായാലും കിടക്കും. മൊബൈലിലാണ് ചാർജ് കുത്തിയിട്ട് മൊബൈൽ കയ്യിൽ വെക്കുകയല്ല. പിന്നെ ആൾക്കാരെ വിളിക്കും, ഞാൻ വെല്ലടിച്ചാൽ എടുക്കും. ചിലപ്പോൾ 2:30 വിളിക്കും. എന്നാലും വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ ഇയാൾ പറഞ്ഞാൽ വളരെ കറക്റ്റാണ്. 7 മണിക്കൂർ ഉറങ്ങുന്ന ആൾ ഇന്ന് നമ്മളെ സമുദായത്തിലുള്ള ആരാളുള്ളത്? ലോകത്തൊരാളുണ്ടോ? ചേച്ചി എത്ര മണിക്കൂർ ഉറങ്ങണം? ഒരാൾക്ക് ഉറങ്ങാൻ കഴിയില്ല. പക്ഷെ അയാൾ പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാരണം ഒന്നുകിൽ നമ്മൾ അറ്റാക്ക് വരും, അല്ലെങ്കിൽ മാനസികമായിട്ട് ഇത് വരും, അല്ലെങ്കിൽ സൈഡ് കുഴഞ്ഞു പോകും. ഇത് ആദ്യം നോക്കുക, എന്നിട്ട് ബാക്കി മരുന്ന് കഴിച്ചാൽ മതി. വളരെ കറക്റ്റാണ് പറഞ്ഞത്. സത്യമാണല്ലേ? നമ്മൾ ആവശ്യത്തിന് മാത്രം. പിന്നെ ഈ ഓരോരാൾ പറയൂ അവിടെ എത്ര ഉണ്ട് ഇവിടെ എത്ര ഉണ്ട്, ആ സ്ഥാനത്ത് ഭക്ഷണം കഴിക്കാതെ നമുക്ക് പറഞ്ഞു. ഇപ്പോ യൂട്യൂബ് ഇതിൽ പറയുന്ന ആൾക്കാർ അവിടെ നെയ്ച്ചോറ് ഇത്ര പൈസ, ബിരിയാണിക്ക് ഇത്ര പൈസ, നല്ലൊരു ലാഭം കിട്ടുമോ സ്ഥാപനത്തിന് ആരും പരസ്യം കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ സാധനം മോശം എടുത്തല്ലേ പരസ്യം കൊടുക്കുന്നത് വല്ലേ, അത് മോഷിച്ച് പോയി കഴിക്കാറുന്നതാണ്.
എന്നാലാണ് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കും വളരെ കുറച്ച്. ഹോട്ടൽ ഭക്ഷണവും നമ്മള് ഒരു പരിധി വരെ സത്യമാണ് നമ്മള് നല്ല ഹോട്ടൽ കഴിക്കുക, നല്ല ഹോട്ടലിൽ പരിചയം കൊടുക്കൂല. അതന്നെ. അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങളുടെ മൂല്യച്യുതി ഒരുപാട് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ. ഇപ്പം എനിക്കറിയാം ഇവിടെയൊക്കെ ആണെങ്കിലും പ്രവാസ ലോകത്തൊക്കെ ആണെങ്കിലും ഭർത്താവ് ഇവിടെയായിരിക്കും, ഭാര്യ നാട്ടിലായിരിക്കും. അപ്പൊ ഈ കുടുംബ ബന്ധങ്ങളുടെ ഒരു ദൃഢത ഒരുപാട് കുറഞ്ഞിരിക്കുകയാണ്. ഈ പ്രവാസി മലയാളികളോട് എങ്ങനെയാണ് എന്താണെന്ന് പറയാൻ പറ്റുക? എങ്ങനെയാണ് ഈ കുടുംബ ബന്ധങ്ങൾ ഒന്ന് കുറച്ചുകൂടെ ശക്തമാക്കാനായിട്ട് എങ്ങനെ സാധിക്കും? ഇനി ലോകത്തുനിന്ന് കുടുംബബന്ധം ശക്തമാക്കാൻ ലോകത്ത് കഴിയൂല. കാരണം കഴിയണമെങ്കിൽ ഈ മൊബൈൽ സംവിധാനം ഒഴിവാണ്. പണ്ടത്തെ ലോകം വന്നാലേ സംവിധാനം ഇന്ന്. കാരണം എന്ന് വെച്ചാൽ ഈ മൊബൈലിൽ യൂട്യൂബിൽ വരും, ഭാര്യക്ക് ഭർത്താവ് ഉണ്ടായി ജീവിക്കുക ഇല്ലാണ്ട് ജീവിക്കുക അങ്ങനെ കാണിച്ചു കൊടുക്കും, ഒക്കെ ഇല്ല വരുന്നത്. അപ്പോൾ അതാണ് എല്ലാവരും മനസ്സിൽ വരുന്നത് അല്ലേ. പണ്ടൊക്കെ ഒരു അച്ചടക്കം, ഒരു പേടിയോ, ദൈവത്തെ പഠിച്ചില്ല പഠിപ്പൾ പഠിക്കും, പഠിച്ചവനെ പഠിപ്പൾ ആരെങ്കിലും ഒന്നിനും പഠിക്കും. ഇപ്പം അങ്ങനത്തെ ആളുകൾ വളരെ കുറഞ്ഞ ആളുകളേ ഉള്ളൂ. ഒരുവിടെ ലോകത്ത് പോകുമ്പോഴേക്ക് ലോകം അവസാനിക്കും, അത്ര കാലം ലോകം ഉണ്ടാവും. ഈ മൊബൈൽ കൊണ്ടാണ് ഈ പ്രശ്നം മൊത്തം വരുന്നത്. പണ്ടൊക്കെ ഒരാൾ ഭാര്യനെ ഒഴിവാക്കിയാൽ അങ്ങാടിയിൽ അറിയാൻ നമുക്ക് കുറവാ, ഒഴിവാക്കിയവൻ അവനെന്ന് അറിയും. ഇപ്പോൾ സാധാരണ നമ്മൾ ഓരോ പരിപാടിക്ക് കേക്ക് മുറിക്കാം. അപ്പൊ ഭാര്യനെ ഒഴിവാക്കി കേക്ക് മുറിക്കുന്ന ആൾക്കാരാണ് പരിപാടി നടത്തുന്നുണ്ട്, അപ്പൊ പെണ്ണുകളും നടത്തുന്നുണ്ട്. എത്ര കേക്ക് മുറിക്കുന്നത്. അപ്പൊ ലോകം എവിടെ എത്തി? സത്യമാണ്. ഇപ്പം 2 or 3 മക്കളോടൊക്കെ ഭയങ്കര സ്നേഹമായി പണ്ടുള്ള അമ്മമാർക്കും അച്ഛന്മാർക്കും നമ്മളങ്ങനെ പോയിട്ടു ഓരോട് നമ്മക്കും ഉണ്ട്. ഇന്ന് 2 or 3 മക്കൾ ഇട്ടിട്ട് ഞാനിപ്പോ ഇങ്ങോട്ട് പറയാം ഞങ്ങളുടെ പോയി എന്റെ പേര് ഇറങ്ങിപ്പോയി ചെയ്യുന്നത് സത്യമാണ്. ഞാനിപ്പോ പറയാൻ പറ്റുന്ന ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞുതരാം. ഇതിനുമ്പോ ഷാർജയിൽ നിന്ന് 10 കൊല്ലം മുമ്പ് ഒരാൾ മരണപ്പെട്ടിരുന്നു. ഒരു തൊടുപേക്കാരായി 2 പെൺമക്കളും ഉണ്ട്, ഒരു ഈ ഭാര്യയുണ്ട്. അങ്ങനെ ഇവര് ടിവിയിൽ ഏഷ്യാനെറ്റിലൊരു ഇത് കണ്ടപ്പോ ഫൈസൽ ബിൻ അഹമ്മദ് പണ്ട് കൊടുത്തിരുന്നു. അപ്പൊ അതില് നമ്പർ കണ്ടപ്പോ വിളിച്ചില്ല. അങ്ങനെ വൈഫ് ഭാര്യ അങ്ങനെ ഭർത്താവ് മരണപ്പെട്ടാണ്, ഇൻഷുറൻസ് കിട്ടില്ല. അപ്പൊ ഞാനെന്നോട് ചെക്ക് ചെയ്ത് നോക്കിയപ്പോ ഷാറ് കോർട്ടിൽ പൈസ ഇട്ടില്ല. കോർട്ടിൽ പൈസ കിട്ടും പോയൊന്നുമില്ല. അങ്ങനെ എന്നോട് നിങ്ങളെ പേരിൽ ഞാൻ എന്റെ പേര് പവറപ്പിട്ടുണ്ടാക്കണം, നിങ്ങൾ അർത്ഥം ആക്കിക്കോളി, തലവർക്ക് കഴിയില്ലാണ്. ഇവര് ഷിപ്പിംഗ് കമ്പനിയിൽ പണിയെടുക്കുന്ന ഷിപ്പിൽ വരും ഇവിടെ മാസത്തോടാഴ്ച ദുബായിൽ വരുന്ന അയാളെ പേരിലാക്കി. അപ്പോൾ ആക്കിയിട്ട് എന്ത് ചെയ്ത് ഇവിടുന്ന് കോർട്ടിൽ നിന്ന് പൈസ ഇട്ടിയപ്പോൾ ഈ പെണ്ണുങ്ങൾ എന്നെ വിളിച്ചായിരുന്നു ഞങ്ങൾ മുസ്ലിം. ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ മുസ്ലിം വേണ്ട, അങ്ങനെ മുസ്ലിം ആളെ എടുക്കണ്ട, ഒരു ജാതിയിലും പാടുന്നതാണ്, നിങ്ങൾ മതത്തിൽ ജാതിയിൽ തന്നെ നിന്നോളിയാണ്. ഇന്നത്തെ ആൾക്കാരായില്ല. നമ്മളൊരു മതത്തിൽ നിൽക്കണം, ഏതെങ്കിലും ഒരു മതത്തിൽ നിൽക്കണം. ഇപ്പോൾ കഴിഞ്ഞ 2-3 മാസം മുമ്പ് ഒരു പെണ്ണുങ്ങൾ മരിച്ചിട്ട് ഭർത്താവ് മുസ്ലിം, ഭാര്യ ക്രിസ്ത്യൻസ്. ഭാര്യ ആൾക്കാർ അറിയും ജവലേജ് അടക്കം ചെയ്യണം, ഭർത്താവ് അറിയുന്ന സോലാപ്പൂർ ചെയ്യണം. എന്താ ചെയ്യാ? സത്യം. ബാക്കിയുള്ളവരോട് ബുദ്ധിമുട്ടല്ലേ ചെയ്യുന്നത്. മനുഷ്യന്മാർ ജീവിച്ചോട്ടെ, മൊബൈലോ എന്തൊക്കെ കളിച്ചോട്ടെ, ഏതെങ്കിലും ഒരു മതത്തിൽ നമ്മൾ ജീവിക്കണം. അതാണ് ഈ പ്രവാസികളാകുമ്പോൾ നാട്ടിൽ നിന്നാകാൻ പ്രശ്നമില്ല. ഇല്ല ഒക്കെ പറയുന്നത് എന്താ വെച്ചാൽ ഇവിടെ ഇപ്പൊ ഭർത്താവ് ക്രിസ്ത്യനും ഭാര്യ മുസ്ലിമും ആണെങ്കിൽ അവരുടെ ഫാമിലിക്കാര് അവരുടെ ഇതിലേക്ക് മറവ് ചെയ്യാനായിട്ടുള്ള ഇനിഷ്യേറ്റീവ് എടുക്കുമ്പോൾ ഈ ഇടയ്ക്ക് നിൽക്കുന്നവർക്ക് ബുദ്ധിമുട്ട് വരും. എന്നിട്ട് പിന്നെ അത് എങ്ങനെ സോൾവ് ചെയ്യും? പിന്നെ അവര് പറഞ്ഞു ഭർത്താവ് പറഞ്ഞു മറവ് ചെയ്തു, ഭർത്താവ് പറഞ്ഞെടുത്ത് തന്നെ മറവ് ചെയ്തു. അപ്പൊ പറ്റൂലേ, പ്രശ്നമില്ലേ? ജീവിച്ചിരിക്കും, 2 മക്കളും ഉണ്ട്, മക്കളും അനാഥായില്ലേ. സത്യമായിട്ടും അതൊരു വല്ലാത്തൊരു ഇതുപോലൊക്കെ നമ്മൾ ഇങ്ങനെയുള്ള നമ്മുടെ നാടാണെങ്കിലും ഓക്കെ, പക്ഷെ ഇതുപോലുള്ള പ്രവാസ ജീവിതമൊക്കെ നയിക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ചില ചിട്ടകളും മര്യാദകളും ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ പാലിക്കാന്നുള്ള ജീവിക്കട്ടെ. സത്യം സത്യമാണ്. ഏത് മതം ഇഷ്ടം ഒന്നും ജീവിക്കട്ടെ, അത് തന്നെ രണ്ടായി ജീവിക്കാണ്ട് ദൈവത്തോട് പറ്റിക്കുന്ന പണിയല്ലേ ചെയ്യുന്നത്. ആളുകൾ ഒരിക്കലും നമ്മളാ ബുദ്ധിമുട്ടാണ്. നമ്മൾ എന്താക്കാനാ? നമ്മൾ ഏതെങ്കിലും സൈഡ് പറഞ്ഞാൽ പറയുമോ മതത്തിന് പറയാം, ഞാൻ പറയുമ്പോൾ തീരുമാനിച്ചു വരികയെന്ന് പറയും. അതെ സത്യമാണ്. ഒന്നും പറയാൻ നമുക്ക്. അങ്ങനെ ഇപ്പൊ 4 ടൈപ്പ് കൊടുക്കുന്നത് ഉണ്ടല്ലേ. ആദ്യം അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഇവിടെ. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഈ വിവാഹേതര ബന്ധങ്ങൾ ഒരുപാട് കൂടുതലല്ലേ, ഈ ലിവിങ് ടുഗദറും 1-2 വാക്ക് അറിയുമ്പോഴേക്ക് പെണ്ണുങ്ങളെ വയ്ക്കുമോ ആണുങ്ങളാണോ വയ്ക്കുമ്പോ. പിന്നെ ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷന് പെട്ടെന്ന് പ്രഷർ കൂടും, ദേഷ്യം കൂടും. പണ്ടുള്ളവരെ അങ്ങനെ അടികൂടാൻ നിൽക്കൂല. ഇപ്പൊ 1-2 അടികൂടാൻ നിൽക്കും. അടികൂടുക, അടുത്ത സ്റ്റെപ്പ് പിരിയുക എന്നുള്ളതാണ്. ഇപ്പോഴുള്ള സംഘടനക്കാർ അവർക്ക് സമ്മതിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു പരിപാടി നടത്തില്ല, എത്രയും 10, 100, 500 ആളെ കൂട്ടിയിട്ട് സ്വന്തം 2 മക്കളെ ഓളെ കൊണ്ടുകൊടുക്കാൻ നമുക്ക് കൊണ്ടായില്ല. അന്നപ്പോ സംഘടനക്കാര് അവാർഡ് കൊടുക്കുന്നത് അതൊരു സത്യമായ കാര്യമാണ്. ഒരു കുടുംബത്തിനുള്ളിൽ നമ്മൾ ഒരുമിച്ച് കൊണ്ടു നടക്കാണ്ട് ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് നമ്മളത് ചിരിക്കുന്നെങ്കിൽ നമ്മളൊക്കെ ചിന്തിക്കേണ്ടുന്ന
കാര്യങ്ങളാണ്. ഒരു കുടുംബത്തില് 4 പേരുണ്ടെങ്കിൽ ഇപ്പൊ 4 അഭിപ്രായങ്ങളല്ലേ, പണ്ടൊന്നും അങ്ങനെ അല്ലല്ലോ. പണ്ട് പറഞ്ഞാൽ കേക്ക് ഇന്ത്യ ഉപയോഗമുള്ള പോലെ ഞങ്ങൾ പുറത്തു ഓടും. സത്യമാണ്. അല്ല ഒന്നും ഇല്ലെങ്കിൽ ഇപ്പൊ അങ്ങനത്തെ പേടിയൊന്നുമില്ല. കുട്ടികളാണെങ്കിലും ഇൻഡിപെൻഡന്റ് ആയിട്ട് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ പറയുന്നു. പക്ഷെ മൊബൈൽ ഭയങ്കര പ്രശ്നമുണ്ട്. ഈ കുട്ടികള് ഈ എല്ലാവരും അറ്റാക്ക് എന്ന് പറയുന്ന പോലെ പല കൊല്ലത്തിലും മരണപ്പെടുന്നിട്ടുണ്ട്. മനസ്സിലായി? ഇതിപ്പോ അയാൾ പറഞ്ഞത് കറക്റ്റ്. അയാളോട് പറഞ്ഞു ഇത് മാത്രമല്ല മൊബൈലുള്ളത്, ലോകത്തുള്ള എന്ത് സാധനങ്ങൾക്ക് മൊബൈൽ കിട്ടും. അതാണ് ഈ പ്രശ്നം വരുന്നത്. സത്യമാണ് പറഞ്ഞത്. പിന്നെ ഒരു വേറെ കാര്യമുണ്ട്, നമ്മുടെ ലൈഫ് സ്റ്റൈലും മാറുകയാണ്. നമ്മളിപ്പോ ഞാനാണെങ്കിൽ 1 മിനിറ്റ് കിട്ടി അന്നേരം മൊബൈലിനകത്ത് എന്താണ് അപ്ഡേറ്റ് നോക്കിക്കൊണ്ടിരിക്കും. നമ്മൾ പണ്ടൊന്നും അങ്ങനല്ല. നമ്മള് പണ്ടത്തെ കാലത്തെന്ന് പറയും നമ്മൾ നന്നായിട്ട് കായിക അധ്വാനമുണ്ട്, നടപ്പുണ്ട്. ഇപ്പൊ ഒന്നുമില്ല, എല്ലാത്തിനും ഈസി അല്ലേ. ഈ സോനാപൂരൊക്കെ ലേബർ ക്യാമ്പിന് രാത്രി ഒന്ന് പോയാൽ അറിയാം. അവര് ജോലി കഴിഞ്ഞ് വരും, റൂമിൽ വന്ന് ഭക്ഷണം കഴിച്ച് കുളിച്ച് ഏതെങ്കിലും മരത്തിലോട്ട് പോയിരിക്കും, മൊബൈലായിട്ട് 2-3 നേരം ഇരിക്കും, 1-2 മണിക്കൂർ കിടക്കും, പിന്നെ രാവിലെ ജോലിക്ക് പോയി. ഇതെല്ലാം സ്ഥിരം ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞ അതൊക്കെ ശാരീരികമായി. പണ്ട് പ്രവാസിയായി നിൽക്കുന്ന കാലത്ത് 10 കഴിഞ്ഞാൽ റൂമിൽ ലൈറ്റ് ഇടില്ല. ഞാനോ സൗദിയിൽ നോക്കും, ഇവിടെ വന്നപ്പോ ഒക്കെ തന്നെ. പിന്നെ നേരെ വെളുക്കുക ലൈറ്റ് ഇടും. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ഉറക്കം കിട്ടും. ഇന്നത്തെ എല്ലാ ബെഡ്റൂമിലും ഉണ്ടാവും ലൈറ്റ്. സത്യമാണ്. ഒരു ചിട്ട ഉണ്ടായിരുന്നു അല്ലെ പണ്ടത്തെ കാലത്ത് വെച്ച് എല്ലാത്തിനും. കുടുംബ ജീവിതത്തിലാണെങ്കിലും സാമൂഹിക ജീവിതത്തിലാണെങ്കിലും തൊഴിലിടങ്ങളിലാണെങ്കിലും അല്ലെ, എല്ലായിടത്തും ഒരു ചിട്ട ഉണ്ടായിരുന്നു. ഇപ്പൊ ആ ചിട്ട അങ്ങ് മാറി. പരസ്പരം മനുഷ്യർക്ക് തമ്മിൽ സംസാരിക്കാനും കാണാനും എല്ലാവരും തല ഇങ്ങനെ കുനിച്ച ഒരു മൊബൈലിന്റെ ആ ഒരു 4 ചുവരുകൾക്കുള്ളിൽ ഇരിക്കുന്ന ഒരു അവസ്ഥയും കൂടെയാണ്. പണ്ടത്തെ പ്രവാസികൾ ഇപ്പോ നമ്മളിപ്പോ ദുബായി ആണോ എവിടെയാണെങ്കിലും നാട്ടിൽ പോകുമ്പോ ഞാനും കൂടെ പരിചയം ഉണ്ടോ, നിങ്ങളെ വീട്ടിൽ എന്തോ സാധനം ഉണ്ടാവും. ഇന്ന് ഒരു പേന കൊണ്ടുപോകാറോ, സത്യമാണ്, ഒരു മുട്ടായി കൊണ്ട് കൊടുക്കും. സത്യമാണ്. അവനാന്റെ കാര്യം. അതെ, നമ്മളിലേക്ക് തന്നെ അങ്ങ് ഒതുങ്ങുന്ന ഒരു. പിന്നെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ആഘോഷങ്ങളോ ഒക്കെ വരുമ്പോ എല്ലാരും ഒന്ന് വരുന്നു, കൂടുന്നു, ഹായ് ബായ് പറയുന്നു, പിരിയുന്നു എന്നതിൽ കവിഞ്ഞ് മാനസികമായ അടുപ്പൊന്നും ഇപ്പോഴത്തെ കാലത്ത് ആർക്കും ആരോടും ഇല്ല എന്നുള്ളതാണ്. ചിന്തല്ല, ഒന്നുമില്ല, വളരെ കുറഞ്ഞ ആൾക്കാരേ ഉള്ളൂ. അതുകൊണ്ടാണ് ലോകം നിലനിൽക്കുന്നത്. നന്മകൾ പറ്റാത്ത ഒരു കൂട്ടം മനുഷ്യർ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് നമ്മളെയൊക്കെ പിടിച്ചു നിർത്തുന്നത് അല്ലേ. ഈ ലോകം ഇത്രയും മനോഹരമായി. എന്തായാലും ഒരുപാട് സന്തോഷം. എനിക്കറിയാം ഒരുപാട് തിരക്കിനിടയിലാണ്. ഇപ്പോൾ തന്നെ കണ്ടു ഫോൺ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫോണൊന്ന് മാറ്റി വെക്കണേന്ന് ഞാൻ പറഞ്ഞിട്ടാണ് ഇത് ഇന്റർവ്യൂ തുടങ്ങിയത്. അതുപോലെ തന്നെ ഒരുപാട് നാളുകളായി ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഇന്റർവ്യൂ ആയിരുന്നു ഇത് കേട്ടോ. അപ്പൊ അത് ഇപ്പോഴാണ് ഞാൻ ബലമായിട്ട് പിടിച്ചുകൊണ്ട് വന്നതാണ്. എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. ഇന്നും ഒരു വിളിക്കപ്പുറം അഷ്റഫ് താമരശ്ശേരി എന്ന ഈ ഒരു വലിയ മനുഷ്യൻ നമ്മുടെ കൂടെ തന്നെയുണ്ട്. പറയുന്നവർക്ക് എന്തും പറയാം. പറയുന്നവർ പറയുന്നിടത്തിരുന്ന് അവര് പറയുന്നു. അദ്ദേഹത്തിന്റെ ദൗത്യവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പറച്ചിലിനും പ്രവർത്തിക്കും അദ്ദേഹത്തെ തടസ്സപ്പെടുത്താനായിട്ട് സാധിക്കില്ല എന്ന് അദ്ദേഹം സ്വന്തം ജീവിതം കൊണ്ട് തന്നെ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അഷ്റഫക്ക മുന്നോട്ട് ഇനിയും സർവ്വ ആയുരാരോഗ്യ സൗഖ്യങ്ങള് എല്ലാവരും കാണട്ടെ, ഇതെല്ലാവരും മനസ്സ് കേട്ടട്ടെ, എല്ലാവരും നന്നായി വരട്ടെ. അതാകുമ്പോൾ പറഞ്ഞു നമ്മളെ മക്കളും എല്ലാവരും മക്കളാകുമ്പോൾ എല്ലാവർക്കും മക്കളോട് സ്നേഹം ഉണ്ടാവും, എല്ലാ മക്കളോടും. അപ്പോൾ എല്ലാവരും മക്കളും നന്നായിട്ട് ഇത് കയ്യിൽ നിന്ന് കിടന്നു പറഞ്ഞ രാത്രി 10 മണി മൊബൈൽ ഉപയോഗിച്ച് കിടക്കുക. എനിക്ക് പറയും ചാനലുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു. പക്ഷേ ഏറ്റവും വീണ്ടും അവസാനിപ്പിക്കുന്ന സമയത്ത് ഈ ഒരു പറയുന്നത് 10 മണിക്കെങ്കിലും നമ്മൾ നമ്മുടെ മൊബൈൽ ഓഫ് ചെയ്ത് കിടക്കണമെന്നുള്ളതാണ്. അത് എത്രത്തോളം പ്രാവർത്തികമാക്കും എന്നുള്ളത് നമുക്ക് അറിയില്ല. എന്നാലും അഷ്റഫക്ക ഇത്രയും തിരക്കിനിടയ്ക്കും നമ്മുടെ കൂടെ വന്ന് ഇത്രയും സമയം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്.